നമസ്കാരം, അമൃതാണ്. മലയാളത്തിലെ വൺ അമംഗ് ദ നമ്പർ 1 പ്രൊഡക്ഷൻ ഹൗസാണ് ക്യൂബ് സിനിമാസ്. ആ ഒരു ബ്രാൻഡ് ഹൗസ് എന്ന് വരുന്ന ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു സിനിമയെക്കുറിച്ച് ഭയങ്കര പ്രതീക്ഷ ഉണ്ടാവും. അതായത് ടെക്നിക്കലി ടോപ്പ് നോച്ച് ആയിരിക്കും എന്നുള്ളത് 100% ഗ്യാരണ്ടിയാണ്. ആ ഒരു അഷ്വറൻസ് മൂവി ഉടനീളം കീപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സിനിമയെന്ന് പറയുമ്പോഴത്തേക്ക് ഇതെന്നല്ല, മാർക്കോ ആയിരുന്നാലും വളരെ ഒരു റോ ഫോമാറ്റിൽ എടുത്ത് വെക്കുന്നൊരു സിനിമയാണ്. അപ്പോൾ അതായത് നമ്മൾ മലയാളത്തിൽ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്തൊരു ന്യൂ ജോൺറ എന്ന് വേണമെങ്കിലും ഇതിനെ പറയാൻ പറ്റും. വയലൻസ് പിന്നെ ലോജിക്കൊന്നും അത്രത്തോളം ഇതിനകത്ത് വരേണ്ട കാര്യം വരുന്നില്ല. കാരണം അത് KGF ആയിരുന്നാലും അല്ലെങ്കിൽ സലാർ ഇങ്ങനെയുള്ള മൂവീസൊക്കെ എടുക്കുമ്പോഴത്തേക്ക് അതൊരു വേൾഡ് ബിൽഡിംഗ് ആണ്. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സെനാരിയോ ചെയ്തു വെച്ചിട്ട് അതിനകത്ത് നടക്കുന്ന കുറേ സംഭവ വികാസങ്ങളായിട്ടാണ് ആ സിനിമ പോണത്. അപ്പോൾ അത് നമുക്ക് റിയൽ വേൾഡുമായിട്ട് കണക്ട് ചെയ്തൊന്നും ലോജിക്ക് നോക്കേണ്ട കാര്യം അതിനകത്തില്ല. സോ ആ ഒരു ഫോർമാറ്റിലാണ് എൻറ്റയർ എക്സിക്യൂഷൻ. ഇപ്പോൾ തെലുങ്കിലും കന്നഡയിലും ഒക്കെ നമ്മൾ ഇങ്ങനെയുള്ള സിനിമകൾ കണ്ടിട്ട് മലയാളത്തിൽ ഇങ്ങനെ ഒരു സിനിമ ഉണ്ടാക്കുക എന്ന് പറയുന്നത് അത് അത്രയും പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. എന്നാൽ ആ ഒരു സാധനം പോസിബിൾ ആക്കാൻ മലയാള സിനിമയിലും ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ചെയ്യാൻ പറ്റും എന്ന് പ്രൂവ് ചെയ്ത ഒരു പ്രൊഡക്ഷൻ ഹൗസാണ് ക്യൂബ് സിനിമാസ് ആൻഡ് ഷെരീഫ് മുഹമ്മദ്. ഇത്തരം സ്റ്റോറി ടെല്ലിങ് അല്ലെങ്കിൽ ഈ ഒരു ഫോർമാറ്റൊന്നും മലയാളികൾക്ക് അത്ര പെട്ടെന്ന് ഡൈജസ്റ്റ് ആവുന്ന ഒരു സാധനമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് ഒരുപാട് നെഗറ്റീവ് ഫീഡ്ബാക്സ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ള നെഗറ്റീവ്സ് വരുമെന്നൊക്കെ ഇതിൻ്റെ പ്രൊഡക്ഷൻ ടീമും ഇതിൻ്റെ എൻറ്റയർ ടീം അത് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതിനെ ഓവർകം ചെയ്യുന്ന രീതിയിലുള്ളൊരു പ്രൊഡക്ഷൻ ക്വാളിറ്റി കൊടുക്കുമ്പോഴത്തേക്ക് ആ ഒരു സാധനം എക്സ്പീരിയൻസ് ചെയ്യാൻ, തിയേറ്ററിൽ പോയി അത് എക്സ്പീരിയൻസ് ചെയ്യാനെങ്കിലും ആളുകൾ അതിനെ വെൽക്കം ചെയ്യും എന്നുള്ളൊരു ശുഭപ്രതീക്ഷ ഇതിൻ്റെ ഒരു പ്രൊഡക്ഷൻ ടീമിനുണ്ടാവും. ആ ഒരു കോൺഫിഡൻസിന് വേണ്ടിയിട്ടുള്ളൊരു സാധനം ഇതിനകത്തുണ്ട്. ഇതിനകത്ത് പെപ്പെ കാസ്റ്റ് ചെയ്തിരിക്കുന്നത് പോലും പെപ്പയുടെ ആ ഒരു ഫൈറ്റ് സാധനങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ആ സാധനം ഒത്തിരി ഒന്ന് കുറഞ്ഞു എന്നുള്ളതാണ് എനിക്ക് ഫീൽ ചെയ്തത്. എങ്കിലും അവസാനം ഫൈനൽ ടൈൽ എൻഡ് വരുമ്പോഴത്തേക്ക് ഒരു ഫൈറ്റും പരിപാടിയൊക്കെ ഉണ്ട്. അവിടെയാണ് ഇവർ മാക്സിമം പണി എടുത്തിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഗംഭീര ഫൈറ്റും പരിപാടികളും അവസാനം ചെയ്തു വെച്ചിട്ടുണ്ട്. അതിൽ പിന്നെ ഒരു ക്യാമിയോ ഉണ്ട്. ഒരു ക്യാമിയോ ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു. എന്നാൽ മലയാളത്തിൽ നിന്ന് തന്നെ മറ്റൊരു ക്യാമിയോ ഉണ്ടായിരുന്നു, അതും കൊള്ളായിരുന്നു. പിന്നെ അവർ ആ ടൈൽ എൻഡിൽ വന്നിട്ടുള്ളൊരു അവസാനത്തെ പരിപാടി, അത് ഇത്തരം മൂവീസിൻ്റെ അവസാനം ടൈൽ എൻഡിൽ അങ്ങനെ ഒരു ഗംഭീര ഫൈറ്റും വെടിയും പുകയൊക്കെ ഉണ്ടാവണം. അപ്പോൾ ആ ഒരു ഫൈനൽ എൻഡ് ഗെയിം തകർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരിക്കുന്നത് രവി ബാസ്രൂറാണ്. ഇതിൻ്റെ തുടക്കം മുതൽ തന്നെ ആളുടെ സൗണ്ട് DB ഒക്കെ ഒത്തിരി കൂടിപ്പോയോ എന്ന് എനിക്കൊരു സംശയം തോന്നി. അത് ചിലപ്പോൾ സൗണ്ട് ഡിസൈനേഴ്സ് അത്രയും കൂട്ടി പിടിച്ചിരിക്കുന്നതായിരിക്കും. എങ്കിലും ഫൈനൽ മിക്സിംഗ് ഒക്കെ ചെയ്തിരിക്കുന്നത് MR രാജാകൃഷ്ണനാണ്. അദ്ദേഹത്തിൻ്റേതായിട്ടുള്ളൊരു സംഭവം, ഒരു സൗണ്ട് പരിപാടികളൊക്കെ തിയേറ്ററിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനുണ്ട്. എസ്പെഷ്യലി ഗൺ ഫൈറ്റ്, അതിനകത്തുള്ള സൗണ്ടിങ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും അത് ലൈവ് എക്സ്പീരിയൻസ് പോലെ നമുക്ക് അനുഭവപ്പെടും. പിന്നെ സിനിമയുടെ കഥയായിട്ടൊന്നുമില്ല. യൂഷ്വൽ ഇത്തരം സിനിമകൾ, അതായത് കന്നഡ സിനിമകളിലൊക്കെ വരുന്ന ഈ ഒരു ടെംപ്ലേറ്റ് പിടിച്ചുള്ള പരിപാടിയാണ്. അത് പലപ്പോഴും നമുക്ക് പല സീനുകളും കാണുമ്പോഴത്തേക്കും നമുക്ക് എവിടെയൊക്കെയോ ഏതൊക്കെയോ സിനിമകളിൽ കണ്ടതിൻ്റെ ഒരു റിപ്പീറ്റ് അല്ലെങ്കിൽ ഒരു കോപ്പി വെർഷൻ പോലെയൊക്കെ നമുക്ക് ഇങ്ങനെ തോന്നും. പക്ഷേ സീക്വൻസ് എല്ലാം വേറെയാണ്. അതുമായിട്ടൊന്നും കമ്പയർ ചെയ്യത്തക്ക ഒരു സാധനമല്ല. എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റോറി ലൈൻ തന്നെയാണ്. ഇതിൻ്റെ വില്ലൻ കഥാപാത്രങ്ങൾക്കാണ് കൂടുതൽ, അവരെയാണ് കൂടുതൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ പെപ്പയുടെ ക്യാരക്ടറിന് വലിയൊരു ഡെഫിനിഷനില്ല. അദ്ദേഹം എവിടെ നിന്ന് വരുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു പിന്നിൽ എന്താണെന്നുള്ളതൊന്നും അതെല്ലാം അൺനോൺ ആണ്. എവിടെയൊക്കെ അവസാനത്തെ ടൈലൻ പോർഷൻ വന്നപ്പോഴത്തേക്ക് ഇദ്ദേഹം ഈ ഒരു ഇതിനകത്തുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ KGFൽ ഈ ഒരു കഷ്ടപ്പാട് അനുഭവിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ ഇടയിൽ ഒരാൾ വന്ന് അവരെ സേവ് ചെയ്യുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു ആൻസിസ്ട്രൽ കണക്ഷൻ ഉണ്ടോ എന്നൊക്കെ നമുക്കിങ്ങനെ തോന്നും. പക്ഷെ അങ്ങനെയുള്ള ഒന്നും അൺവെയിൽ ചെയ്തിട്ടില്ല മൂവിയിൽ. മാർക്കോല ചില ക്യാരക്ടേഴ്സൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ആ മാർക്കോയായിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ ഇനി അടുത്തൊരു മൂവി വരുന്നുണ്ട്, അതുമൊക്കെ ഈ ഒരു യൂണിവേഴ്സുമായിട്ട് കണക്ട് ചെയ്ത് ഒരു യൂണിവേഴ്സ് ബിൽഡ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഇതിനകത്ത് ചെയ്യുന്നത്. സോ ഓവറോൾ വലിയൊരു ഇമോഷണൽ കണക്ഷനൊന്നും മൂവിക്ക് കിട്ടിയില്ല. അതും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഒരു ഹൈ വന്നത് എന്ന് വെച്ചാൽ നമുക്ക് ഓരോ ക്യാരക്ടേഴ്സും അനുഭവിക്കുന്ന ഒരു വേദനയൊന്നും നമ്മളിലേക്ക് അങ്ങോട്ട് കണക്റ്റ് ആയില്ല. അതെനിക്കൊരു പോരായ്മയായിട്ട് തോന്നി. ബട്ട് ഓവറോൾ ഇതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു പ്രൊഡക്ഷൻ ക്വാളിറ്റി എന്ന് പറയുന്നത് ടോപ്പ് നോച്ചാണ്. നമ്മൾ തെലുങ്ക് സിനിമകളിലൊക്കെ കാണുന്ന അല്ലെങ്കിൽ നമ്മുടെ ഹൊമ്പാലയൊക്കെ ചെയ്യുന്ന ആ ഒരു പ്രൊഡക്ഷൻ ഹൗസിൻ്റെയൊക്കെ ഒരു ക്വാളിറ്റി, ആ ഒരു കളർ ടോൺ, ഇതെല്ലാം കൂടെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് മലയാള സിനിമയ്ക്ക് ഒരു ഹുംബാലെ പോലുള്ളൊരു പ്രൊഡക്ഷൻ ഹൗസ് ഉണ്ടെന്നുള്ളതിൽ അഭിമാനിക്കാം. ഞാനിപ്പോൾ ഈ സിനിമ അങ്ങ് ഭയങ്കര ഗംഭീരമാണെന്ന് പറയല്ല, എങ്കിലും ഇത്തരം പ്രൊഡക്ഷൻ ഹൗസ് നമുക്ക് വലിയൊരു പ്രതീക്ഷ വയ്ക്കുന്നുണ്ട്. കാരണം ഇതിൽ നിന്ന് നല്ല ഗംഭീരമായിട്ട് വലിയ പ്രൊഡക്ഷൻ കോസ്റ്റുള്ള സിനിമകളൊക്കെ വരണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ളൊരു പ്രൊഡക്ഷൻ ടീമൊക്കെ തീർച്ചയായിട്ടും വേണം. അപ്പോൾ അങ്ങനെയുള്ള ഹൈ പ്രൊഡക്ഷൻ കോസ്റ്റുള്ള മലയാള സിനിമകളൊക്കെ ക്യൂബ് സിനിമാസിന് കൊണ്ടുവരാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം.
എന്തായാലും ഇതിൻ്റെ പിന്നിലുള്ള ഒരു എഫേർട്ടിന് ആ ഒരു പ്രൊഡക്ഷൻ ടീമിന് ആശംസകൾ. അപ്പോൾ എനിക്ക് സിനിമ ഓവറോൾ ഓക്കെ, കാരണം ഇതിൻ്റെ ഒരു വലിയ എഫേർട്ടുണ്ട്. ആ ഒരു എഫേർട്ടിന് ഞാൻ ഔട്ട് ഓഫ് 10 8 റേറ്റ് ചെയ്യാണ്. അപ്പോൾ എന്തായാലും മറ്റൊരു സിനിമാ വിശേഷമായിട്ടോ അല്ലെങ്കിൽ ഒരു ബ്ലിസ്ഫുൾ സ്റ്റോറി ആയിട്ടോ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മീ.